പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവായ ഈശോയെ, അങ്ങ് കുരിശിൽ ചിന്തിയ രക്തത്തിൻ്റെ യോഗ്യതയിലും കുരിശിൽ അങ്ങ് നേടിയ വിജയത്തിലും ആശ്രയിച്ചുകൊണ്ട് അങ്ങയോട് ഐക്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും നശിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാവിധ പൈശാചിക സ്വാധീനങ്ങളെയും അന്ധകാര ശക്തികളെയും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ബന്ധിച്ച് ബഹിഷ്കരിച്ച് നിർവീര്യമാക്കി കർത്താവിൻ്റെ കുരിശിന്റെ ചുവട്ടിൽ സമർപ്പിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നീതി അനുസരിച്ച് അവയോട് പെരുമാറണമേ. ഞങ്ങളേവരെയും ഞങ്ങളുടെ മക്കളെയും പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളാൽ നിറച്ച് സ്വർഗത്തിന്റെ സഹായത്തില് പഠിക്കാനും മുന്നോട്ട് പോകാനും ശത്രുവിനെ പരാജയപ്പെടുത്താനും സ്വർഗീയ സംരക്ഷണത്തില് ഞങ്ങളും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ കുടുംബങ്ങളുമായിരിക്കുവാനും അനുഗ്രഹിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഇന്നലെ നമ്മുടെ പ്രാർത്ഥന രാവിലെ 5 മണിക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് കുറച്ച് സാങ്കേതികമായ തടസ്സങ്ങളുണ്ടായിരുന്നു. 8 മണിയോട് കൂടിയാണ് അത് അപ്ലോഡ് ചെയ്യാൻ പറ്റിയത്. എന്താണേലും നിങ്ങൾ കുറേ പേരൊക്കെ പങ്കെടുക്കാൻ പറ്റാത്തവര് നിർബന്ധമായിട്ടും അച്ഛൻ പറയും, ഇന്നലത്തെ ടോക്ക് നിങ്ങൾ കേൾക്കണം. മക്കളെ പഠിപ്പിക്കേണ്ട പോലെ പഠിപ്പിച്ചാൽ നമ്മുടെ മക്കളെ നമുക്ക് കാത്ത് സംരക്ഷിക്കാൻ പറ്റും. അതിനെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ അച്ഛൻ പറഞ്ഞ് ഇന്നലെ പ്രത്യേകം പ്രാർത്ഥിച്ചിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഇന്നലെ കാണാൻ പറ്റാത്തവര് ഇന്ന് കണ്ടാൽ നന്നായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. നമുക്കറിയാം, നമ്മൾ ജൂൺ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 2-ാം തീയതിയാണെന്ന്. നമ്മുടെ മക്കളെ ഇന്ന് പ്രത്യേകമായ വിധത്തില് കർത്താവിൻ്റെ തിരുഹൃദയത്തിന്റെ സംരക്ഷണത്തിലേക്ക് നമുക്ക് സമർപ്പിക്കും. നമുക്കറിയാം, ജൂൺ മാസം തിരുഹൃദയത്തിന്റെ പ്രത്യേക വണക്കമാസമാണ്. വിശുദ്ധ മേരി മാർഗ്രറ്റ് അലക്കോക്കിന് ഈശോ പ്രത്യക്ഷപ്പെട്ട് തന്റെ തിരുഹൃദയം കാണിച്ചുകൊണ്ട് ആ ഹൃദയത്തിന്റെ സ്നേഹവും സംരക്ഷണവും ശക്തമായ കൃപകളും നിറച്ച് തൻ്റെ മക്കള് ജീവിക്കാൻ വേണ്ടി ആഗ്രഹിച്ചും ആവശ്യപ്പെട്ടുകൊണ്ടും ഈശോ വെളിപ്പെടുത്തിയ കുറെ സന്ദേശങ്ങളൊക്കെ നിറയപ്പെട്ട ഒരു സമയമാണ് ഈ സമയം. നമ്മൾ അതിലേക്കൊക്കെ ഈ ദിവസങ്ങളിൽ കടന്നു വരും. നമ്മളിന്ന് ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഈശോയുടെ തിരുഹൃദയ പ്രകാരം, തിരുഹൃദയത്തിന്റെ ആഗ്രഹപ്രകാരം ഈശോയുടെ തിരുഹൃദയത്തിന് നമ്മൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി എപ്പോഴും കുത്തി തുറക്കപ്പെട്ട് കിടക്കുന്നു. നമ്മെ സ്വീകരിക്കുവാൻ വേണ്ടി അതുപോലെ ആഗ്രഹിക്കുന്ന ഒരു ഹൃദയമാണ് ഈശോയുടെ തിരുഹൃദയം. ആ തിരുഹൃദയത്തിലേക്ക് നോക്കുമ്പോൾ സ്നേഹാഗ്നിയാൽ കത്തിച്ചൊലിക്കുന്ന തിരുഹൃദയം, കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയം, നമ്മെ പ്രതി വേദനിക്കുന്ന സഹനങ്ങളിലൂടെ രക്തം ചിന്തിക്കൊണ്ട് നമ്മെ സ്നേഹിക്കുന്ന ആ വലിയ തിരുഹൃദയം, മുള്ളുകളാൽ ചുറ്റപ്പെട്ട തിരുഹൃദയം, അങ്ങനെ മനുഷ്യ മക്കളോടുള്ള സ്നേഹത്തെ പ്രതി കുത്തി തുറക്കപ്പെട്ട് രക്തം ചിന്തി സഹനങ്ങൾ ഏറ്റെടുത്ത് ആ സ്നേഹാഗ്നി ജ്വാലയാൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന ഈശോയുടെ തിരുഹൃദയത്തെ അറിഞ്ഞ് സ്നേഹിച്ച് ആ സ്നേഹവും കരുണയും സംരക്ഷണവും അവിടുത്തെ മക്കളായ നമ്മളും നമ്മുടെ കുടുംബങ്ങളും നമ്മുടെ മക്കളും സ്വന്തമാക്കണം എന്ന് ഈശോ അതിയായിട്ട് ആഗ്രഹിക്കുന്നു. വിശുദ്ധ ഫൗസ്റ്റീന ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ ആ മകൾ എന്നും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. ഈശോയെ, ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ എനിക്ക് സംരക്ഷണം നൽകണമേ. ഒരു കോട്ട, നമുക്കറിയാം ഇന്ന് ലോകത്തില് ഒത്തിരി സംരക്ഷണം വേണം. ഈ ലോകത്തില് ശപിക്കപ്പെട്ട മണ്ണില് ദുഷ്ടന്റെ ശക്തി വലയത്തിലായിരിക്കുന്ന ലോകത്തില് ആലർന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് നോക്കി ശത്രു നടക്കുന്ന ഈ ലോകത്തില് നമ്മുടെ മക്കൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്ക്, നമ്മൾക്ക് ഓരോരുത്തർക്കും ശക്തമായ സംരക്ഷണം വേണം. നമ്മള് പുറപ്പാട് പുസ്തകത്തില് ആ 12-ാം അധ്യായത്തില് ആ പെസഹായെ കുറിച്ച് പറയുമ്പോ കർത്താവ് പറഞ്ഞത്, കുഞ്ഞാടിന്റെ രക്തത്താൽ മുദ്രിതമാക്കപ്പെട്ട കുടുംബങ്ങൾ സംരക്ഷണമാണ്. പുറത്തേക്ക് ഇറങ്ങരുത്. സംഹാരത്താണ്ടവണെന്ന ദൂതൻ സംഹരിച്ചുകൊണ്ട് കടന്നു പോകുന്നുണ്ട്. അവന്റെ സ്വാധീനം ഏൽക്കാതിരിക്കാൻ തിരുരക്തത്താല്, കുഞ്ഞാടിന്റെ രക്തത്താല് മുദ്ര ചെയ്യപ്പെട്ട ഭവനങ്ങൾ,
നമുക്ക് ലഭിച്ചിരിക്കുന്ന ഏറ്റവും വലിയ സംരക്ഷണം എവിടെയാ മക്കളെ? ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ. ഞാൻ എപ്പോഴും നമ്മുടെ മക്കളോട് ചോദിക്കും, നിങ്ങളുടെ വീട് എവിടെ ഇരിക്കണം? ആൾക്കാർ പറയും മണ്ണിലാണ്, അല്ലെങ്കിൽ പാറയിലാണ് എന്നൊക്കെ പറയും. പക്ഷെ നമ്മുടെ വീടുകളെ നമ്മൾ എവിടെയാണ് പ്രതിഷ്ഠിച്ചിരിക്കണേ? വെഞ്ചിരിപ്പം കഴിഞ്ഞ് കുടുംബ പ്രതിഷ്ഠാ ജപം ഈ ദിവസങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്ന വലിയൊരു പ്രതിഷ്ഠയാണ്. എന്താണ്? ഈശോയുടെ തിരുഹൃദയമേ, ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുടുംബത്തെയും അങ്ങയുടെ തിരുഹൃദയത്തില് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. അങ്ങനെ പ്രതിഷ്ഠിക്കപ്പെട്ട ഒരു വസ്തു, ഒരു വ്യക്തി എവിടെ ഇരിക്കണേ? ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ. നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന വീട്, ആ ഹൃദയത്തിന്റെ ഉള്ളിലിരിക്കുന്ന നമ്മുടെ മക്കള്, നമ്മുടെ കുടുംബങ്ങള്, നമ്മൾ ഓരോരുത്തരും എത്ര സുരക്ഷിതരാണ്. അതുകൊണ്ട് ഈശോ ആഗ്രഹിക്കുന്നു ആ തിരുഹൃദയത്തിനെ നമ്മൾ പ്രതിഷ്ഠിക്കണം. നമ്മൾ ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ പ്രിയപ്പെട്ട മക്കളെ ഒരുമിച്ച് ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഈ ജൂൺ മാസത്തില് അധ്യയന വർഷം ആരംഭിച്ച് ക്ലാസ്സിലേക്കൊക്കെ പോയി തുടങ്ങിയിരിക്കുന്ന നമ്മുടെ മക്കള് നശിച്ചു പോകാതിരിക്കാൻ നമുക്കറിയാം, ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളില് പ്രതിഷ്ഠിക്കപ്പെട്ടിരിക്കുന്ന ഒരു മകനും ഒരു മകളും നശിക്കാൻ ദൈവം അനുവദിക്കത്തില്ല. ആ മകളിലേക്ക് ഒരു പിശാചിനോ, ഒരു രോഗത്തിനോ, ഒരു തകർച്ചയ്ക്കോ, ഒരു അപകടത്തിനോ, ഒരു നാശത്തിനോ കടന്നു വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, ഈ ഒരു അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ മക്കളെ എന്നും എപ്പോഴും ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കണം. നമുക്ക് പ്രതിഷ്ഠിക്കാം. മാത്രമല്ല, മക്കളോട് പറയണം, മക്കളെ നിങ്ങളെ തന്നെ ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. ഈശോയുടെ തിരുഹൃദയം നമുക്ക് വേണ്ടി സംരക്ഷണം നൽകുന്ന വലിയൊരു കോട്ടയാണ്. ആ കോട്ടയ്ക്കുള്ളിൽ എപ്പോഴും സംരക്ഷണം ആവശ്യപ്പെട്ട് പ്രതിഷ്ഠിക്കാൻ പറ. അപ്പൊ മക്കൾക്ക് അറിയാൻ പറ്റും, ഞാൻ ഈശോയുടെ തിരുഹൃദയത്തിലാണ് ഇരിക്കുന്നത്. അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ മക്കള് വേണ്ടാത്ത കാര്യങ്ങൾ ചിന്തിക്കത്തില്ല, വേണ്ടാത്തതിന്റെ പിന്നാലെ പോകത്തില്ല. ആ ഒരു തിരിച്ചറിവും, ആ ഒരു തിരിച്ചറിവിനേക്കാൾ ആ ഒരു സാന്നിധ്യം, ആ ഒരു വാസം നമ്മുടെ മക്കളെ, നമ്മുടെ ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ എല്ലാ തിന്മയിൽ നിന്നും, പൈശാചിക പീഡയിൽ നിന്നും, എല്ലാ ശത്രുവിന്റെ ആക്രമണത്തിൽ നിന്നും നമ്മുടെ മക്കളെ സംരക്ഷിക്കുന്ന വലിയൊരു അഭിഷേകമായിട്ട് മാറും, വലിയൊരു സാന്നിധ്യമായിട്ട് മാറും. അതുകൊണ്ട് പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, നമ്മുടെ മക്കളെ പ്രത്യേകം ആ വിധത്തില് ഈശോയുടെ ഹൃദയത്തിന് ഇന്ന് പ്രതിഷ്ഠിക്കാം. ഇന്ന് മാത്രമല്ല, എന്നും പ്രതിഷ്ഠിക്കാം. നമ്മുടെ മക്കളോടും അത് തന്നെ പറയാം. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ആ പ്രാർത്ഥന ഒരു കോട്ടയുടെ ഉള്ളിൽ എന്ന പോലെ ഈശോയുടെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് എന്നെയും എൻ്റെ ജീവിതത്തെയും ഞാൻ പ്രതിഷ്ഠിക്കുന്നു, സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ ജപമാല, കർണാടക ജപമാലയ്ക്ക് ശേഷം നമ്മൾ ഇവിടെ നിന്നൊരു പാട്ട് ഇറക്കിയിട്ടുണ്ടല്ലോ, ഒരു കോട്ടയ്ക്കുള്ളിലെന്ന പോലെ നിൻ തിരുഹൃദയത്തിനുള്ളിൽ സ്വർഗീയമാം സംരക്ഷണം യേശുവേ എനിക്കേകണമേ. ഈശോയുടെ ആ തിരുഹൃദയത്തിനുള്ളിൽ ഒരു കോട്ടയുടെ ഉള്ളിലെന്ന പോലെ നമ്മുടെ മക്കളെയും ഞങ്ങളെയും കാത്തു സംരക്ഷിക്കണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച് ഒരു സുഹൃത ജപം പോലെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ മക്കളെ പഠിപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. ആ കോട്ടയ്ക്കുള്ളിൽ ഒന്നിനും കടന്നു വരാൻ പറ്റില്ല. ഒന്നിനും ആ വലിയ സംരക്ഷണം നമുക്കുള്ള ഭാഗ്യമാണ്. അത് സ്വന്തമാക്കി അതിൽ സമർപ്പിച്ച് ആ ഹൃദയത്തിലായിരിക്കുവാൻ നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബങ്ങൾക്കും ഇടയാകട്ടെ. ഉറപ്പ് നമ്മെ നശിപ്പിക്കാനോ തകർക്കാനോ ഒരു ശത്രുവിന് കയറി വന്ന് ആക്രമിക്കാനോ ഒരു സംഹാര താണ്ഡവ ദൂതന് നശിപ്പിക്കാനോ സംഹരിക്കാനോ കഴിയത്തില്ല. അത്രമാത്രം അനുഗ്രഹിക്കപ്പെട്ട മക്കളാണ് നമ്മൾ. ഉപയോഗിക്കുക, പ്രതിഷ്ഠിക്കുക, ആ തിരുഹൃദയത്തിൽ ആയിരിക്കുക. ഈശോ അനുഗ്രഹിക്കട്ടെ. നമുക്കതിനായിട്ട് മക്കൾക്കായി പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മളെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഉറപ്പായ സുരക്ഷിതത്വത്തിന്റെ, രക്ഷയുടെ ശക്തമായ സംരക്ഷണത്തിന്റെ ഇടമാണ് ഈശോയുടെ തിരുഹൃദയം. തിരിച്ചറിവോടെ നമുക്കായിരിക്കാം. ആ തിരുഹൃദയമാണ് മക്കളെ ദിവ്യകാരുണ്യം. വിശുദ്ധ ഫൗസ്റ്റീന പറയുന്നുണ്ട്, കുത്തി തുറക്കപ്പെട്ട ഈശോയുടെ തിരുഹൃദയമാണ് ദിവ്യകാരുണ്യം.
ദിവ്യകാരുണ്യ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് ഈശോയോട് കൂടിയായിരിക്കാം. ഈശോ നമ്മെ നമ്മുടെ മക്കളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ അങ്ങേ ഭൂമിയിലേക്ക് വന്നത് ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാനും അതിനുവേണ്ടി പാപങ്ങൾ ഏറ്റെടുത്ത് അങ്ങയുടെ സ്നേഹത്തിന്റെ പാരമ്യത്തിലേക്ക് ഞങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് കർത്താവെ അങ്ങയോട് കൂടെ ആയിരിക്കാൻ വേണ്ടിയാണ്. അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന വലിയ സംരക്ഷണം അങ്ങയിൽ തന്നെയാണ്. അങ്ങ് ഞങ്ങളോട് പറഞ്ഞു, അങ്ങയെ കൂടാതെ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങയെ വിട്ടുപോകുന്ന മക്കളെ വീണ്ടും തേടിപ്പിടിക്കാൻ വേണ്ടി അങ്ങ് എപ്പോഴും പരിശ്രമിക്കുന്നു. അതിനുവേണ്ടിയാണല്ലോ അങ്ങയുടെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയം, സ്നേഹാഗ്നി ജ്വാലയാൽ എരിയുന്ന തിരുഹൃദയം, ഞങ്ങളെ പ്രതി സഹിക്കുന്ന ആ തിരുഹൃദയം ഞങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് വിശുദ്ധ മേരി മാർഗരറ്റ് അലക്കോക്കിലൂടെ ആ സ്നേഹത്തിലേക്ക് ഞങ്ങളെ വീണ്ടും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നത്. കർത്താവെ, ആ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഈ ജൂൺ മാസത്തില് തിരുഹൃദയ പ്രതിഷ്ഠയിലും ഭക്തിയിലും ഞങ്ങളായിരിക്കുമ്പോൾ ഇന്ന് പ്രത്യേകമാവിധത്തില് ഞങ്ങളുടെ മക്കളെ ഏറ്റവും സ്നേഹത്തോടെ അങ്ങയുടെ ഉറപ്പുള്ള സങ്കേതമായ സംരക്ഷണമായ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ തിരുഹൃദയം ഞങ്ങൾക്ക് വേണ്ടിയാണ് കുത്തി തുറന്നത്. അത് വെറുതെയല്ല, ഞങ്ങളെ ആ ഹൃദയത്തിൽ ചേർത്ത് പിടിക്കാൻ വേണ്ടിയാണ്. അങ്ങയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ ഞങ്ങളെ ഓരോരുത്തരെയും സൂക്ഷിക്കുവാൻ, സംരക്ഷിക്കുവാൻ അത്രമാത്രം സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഞങ്ങളുടെ കൂടെ ആയിരിക്കുമ്പോൾ ഈശോയെ, ആ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ മക്കളെ പ്രതിഷ്ഠിക്കുന്നു, ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. ഞങ്ങളുടെ വീടിരിക്കുന്ന മണ്ണ്, ഞങ്ങളുടെ ഭവനം, ഈ കാർമൽ ധ്യാന കേന്ദ്രം, എന്നോടൊപ്പം ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ മക്കള്, കർത്താവ് ഈ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ മക്കളെയും, ഇവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഇവരുടെ പ്രിയപ്പെട്ട മക്കളെയും ഈശോയെ അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട മക്കളെ, ദിവ്യകാരുണ്യ ഈശോയുടെ കുത്തി തുറക്കപ്പെട്ട തിരുഹൃദയമാണ്. ആ തിരുഹൃദയം ഇത് നമുക്ക് വേണ്ടി തുറന്നിട്ടിരിക്കുമ്പോൾ ആ ദിവ്യകാരുണ്യ ഹൃദയത്തിലേക്ക് നമ്മുടെ മക്കളെ നമുക്കിപ്പോൾ പ്രതിഷ്ഠിക്കാം. നമ്മുടെ ഓരോരുത്തരെയും നമുക്ക് പ്രതിഷ്ഠിക്കാം. നമ്മുടെ കുടുംബങ്ങളെ പ്രതിഷ്ഠിക്കാം. നമ്മുടെ വീടിനെ പ്രതിഷ്ഠിക്കാം. നമ്മൾ എത്രയോ അനുഗ്രഹിക്കപ്പെട്ട മക്കളാ. ഈശോയുടെ തിരുഹൃദയത്തിന്റെ ഉള്ളിൽ വസിക്കാൻ മാത്രം ഭാഗ്യം ചെയ്ത മക്കളാ നമ്മളൊക്കെ. ഈശോയെ ഭാഗ്യത്തിലേക്ക്, ആ തിരുഹൃദയത്തിലേക്ക് ഞങ്ങളെ പ്രതിഷ്ഠിക്കുന്നു. എഴുന്നേറ്റിപ്പോയ മക്കള്, പഠിക്കാൻ പറ്റാത്ത മക്കള്, ഒത്തിരി പാപ സാഹചര്യത്തിലായിരിക്കുന്ന മക്കള്, ദുശീലനം അടിമപ്പെട്ടു പോയ മക്കള്, തെറ്റായ സ്നേഹബന്ധത്തിൽ പെട്ടുപോയ മക്കള്, പഠിക്കാൻ പറ്റാതെ വിഷമിക്കുന്ന മക്കള്, സ്കൂളിൽ പോകാൻ മടിയുള്ള മക്കള്, ഒത്തിരിയേറെ മക്കൾക്ക് സ്കൂളിൽ പോകാൻ താല്പര്യമില്ല. എല്ലാ മക്കളെയും ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. പൈശാചിക ശക്തികളെ നിർവീര്യമാക്കി കർത്താവെ, ഒന്ന് കയറാൻ പറ്റാത്ത വിധത്തില് അങ്ങയുടെ സ്വർഗീയമായ സംരക്ഷണം ഞങ്ങളുടെ മക്കൾക്ക് നൽകണം, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക് നൽകണം. ഞങ്ങളുടെ സാമ്പത്തിക മേഖലയ്ക്ക്, ജോലി മേഖലയ്ക്ക്, ആരോഗ്യ മേഖലകൾക്ക് എല്ലാം നൽകി കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ അനുഗ്രഹിക്കണമേ. ഇന്ന് പ്രത്യേകമായ വിധത്തിൽ ഈ ജൂൺ മാസത്തില്, ഈ അധ്യയന വർഷത്തിന്റെ ആരംഭത്തില് ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുഹൃദയത്തിലേക്ക് ഞങ്ങൾ പ്രതിഷ്ഠിക്കുന്നു. ഒരു ശത്രുവിനോ, ഒരു തിന്മയ്ക്കോ, ഒരു ദുശീലത്തിനോ, ഒരു പിശാചിനോ, ഒരു ആഭിചാരി മന്ത്രവാദ കൂടോത്ര ശക്തികൾക്കോ, ഒരു വശീകരണ യന്ത്രങ്ങൾക്കോ, ഒരു നാശത്തിനോ കടന്നു വരാൻ പറ്റാത്ത വിധം ഈശോയെ അങ്ങയുടെ തിരുഹൃദയത്തിനുള്ളില് ഞങ്ങളെല്ലാ പൊന്നു പ്രിയപ്പെട്ട മക്കളെയും അവിടെ സംരക്ഷിക്കണമേ, അനുഗ്രഹിക്കണമേ. ജീവൻ നൽകി, സമാധാനം നൽകി, സന്തോഷം നൽകി, സൗഹൃദം നൽകി, ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടതെല്ലാം നൽകി അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ കാത്തു സൂക്ഷിക്കണമേ. നമ്മുടെ എല്ലാ വ്യക്തിപരമായ നിയോഗങ്ങളും നമ്മുടെ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട അനേകം മക്കളുണ്ട്. ചെന്നെ ഫോണിലൂടെ വിളിച്ചും മെസ്സേജ് വിട്ടും ഒത്തിരിയേറെ പ്രാർത്ഥനാ സഹായം കമന്റ് ബോക്സിലൊക്കെ ഇട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും ഒരുമിച്ച് ദിവ്യകാനുസ്ഥാനത്തിൽ സമർപ്പിച്ചുകൊണ്ടും നമ്മുടെ കാർമൽ ധ്യാന കേന്ദ്രത്തിന്റെ എല്ലാ നിയോഗങ്ങൾക്കും വേണ്ടി എൻ്റെ മക്കളെ നിങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണേ. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ ദിവ്യകാരുണ്യ യാത്രയൊക്കെ പോവുകയാണ്.
വിളക്കന്നൂരും മറ്റു പല സ്ഥലങ്ങളിലുമൊക്കെ ദിവികാന യാത്രയുമായിട്ട് നമ്മൾ കർത്താവിൻ്റെ സാന്നിധ്യം, ദിവ്യ കാരുണ്യത്തിൻ്റെ സാന്നിധ്യം നമ്മൾ നിറയപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. നമ്മൾ 4-ാം തീയതി വിശുദ്ധ കുർബാനയുടെ തിരുനാളാണ്. എല്ലാം അഭിഷേകവും നിറയപ്പെട്ട് അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഇടയാകട്ടെ. വലിയ പ്രാർത്ഥനയോടുകൂടി നമുക്കായിരിക്കാം. ആശീർവാദത്തിനായിട്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം മക്കളെ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യ വരങ്ങൾ. എല്ലാ വരങ്ങളും ചിന്തി കൃപകളും ചൊരിഞ്ഞ് ഞങ്ങളുടെ മക്കളെയും അനുഗ്രഹിച്ചുകൊണ്ട് അങ്ങേ തിരുഹൃദയത്തിൽ ഞങ്ങളുടെ മക്കളെ സ്വീകരിച്ച് സംരക്ഷിച്ച് അങ്ങയുടെ വലിയ കൃപയിൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെല്ലാവരെയും ഇരു കരങ്ങളും ഉയർത്തി ഈശോയുടെ തിരുഹൃദയത്തിന് പ്രതിഷ്ഠിച്ച് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. മക്കളെ സമർപ്പിക്കാം. മക്കളെ ഹല്ലേലൂയ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോ ഞങ്ങളെല്ലാ പ്രിയപ്പെട്ട മക്കളെയും അങ്ങേ തിരുഹൃദയത്തിൽ ഒരു കോട്ടയ്ക്കുള്ളിൽ എന്ന പോലെ സംരക്ഷിക്കണമേ, പൊതിഞ്ഞു പിടിക്കണമേ.